ചെറിയ ബിസിനസ്സുകാർക്ക് ചിന്തിക്കുമ്പോൾ ഒരു വെബ്സൈറ്റ് വേണം മനസ്സിൽ കിടക്കുന്നുണ്ടാവും. കാരണം ഒരു വെബ്സൈറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ പ്രൊഡക്ട്സും അവിടെ കാണിക്കാം, അതിൻ്റെ മൾട്ടിപ്പിൾ വേരിയേഷൻസ് കാണിക്കാം, കളർ കോമ്പിനേഷൻസ് കാണിക്കാം, സൈസസ് കാണിക്കാം, അതേപോലെ ആ പ്രൊഡക്റ്റിനുള്ള ഡിസ്ക്രിപ്ഷൻസ് കാണിക്കാം, അതേപോലെ ആ കസ്റ്റമർക്ക് വന്നിട്ട് ആ പ്രൊഡക്റ്റിന് സൂം ചെയ്ത് നോക്കാൻ പറ്റും. എങ്ങനെ എൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ക്ലോത്തിൻ്റെ ക്വാളിറ്റി കണ്ടാൽ എങ്ങനെ ഉണ്ടാവും, കുറച്ച് സൂം ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും. അങ്ങനെ ആകുമ്പോഴല്ലേ അവർ ഒന്നിൻ്റെ പകരം 2 or 3 പ്രൊഡക്റ്റ് വാങ്ങിച്ചു കൊണ്ടുപോകുന്നു. ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കണം, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ബൂസ്റ്റ് ചെയ്യുന്നു, ആ പ്രൊഡക്റ്റിനെ തിരഞ്ഞ് ഇങ്ങോട്ട് വരുന്ന ആൾക്ക് ആ പ്രൊഡക്റ്റ് അല്ലാതെ അതിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റി വേറെ പ്രൊഡക്ട്സും കൂടി കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വാങ്ങിക്കാൻ ആഗ്രഹം തോന്നില്ലേ, അവരത് വാങ്ങിക്കില്ലേ. അതേപോലെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ കസ്റ്റമർ നല്ലോണം നിങ്ങളുടെ നിന്ന് മേടിക്കുന്നുണ്ട്, റെഗുലർലി മേടിക്കുന്നുണ്ട്, അവർക്ക് ഈ കൈൻഡ് ഓഫ് ഡ്രസ്സസ് ഇഷ്ടമാണ്, ഈ കൈൻഡ് ഓഫ് ഐറ്റംസ് അവർക്ക് ഇഷ്ടമാണ്, ആക്സസറീസ് അവർക്ക് ഇഷ്ടമാണ്. അവർക്ക് പേഴ്സണലായിട്ട് ഡയറക്റ്റായിട്ട് ഒരു കൂപ്പൺ കൊടുത്തിട്ട്, കോഡ് കൊടുത്തിട്ട്, ഈ കോഡ് നിങ്ങൾ വെബ്സൈറ്റിലിട്ട് ബില്ല് ചെയ്യുമ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് 4%, ഒരു 5% ഡിസ്കൗണ്ട് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കസ്റ്റമർ നിങ്ങളുടെ അടുത്ത് പിന്നെയും വന്നുകൊണ്ടിരിക്കില്ലേ. അവർക്കൊരു ഫീലിംഗ് വരുന്നത് യെസ് ഈ ബിസിനസ്സോ എന്നെ കെയർ ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ പർച്ചേസസ് അവർ ശ്രദ്ധിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവർ എനിക്ക് പിന്നെയും ഡിസ്കൗണ്ട്സ് തന്നുകൊണ്ടിരിക്കുന്നു. വലിയ ഡിസ്കൗണ്ടും വേണ്ട, ചെറിയ ഡിസ്കൗണ്ട്. കാരണം എല്ലാ ബിസിനസ്സും ചെയ്യുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കാണ്. പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ മാത്രമല്ലേ നമുക്ക് നല്ലൊരു ക്വാളിറ്റിയും നല്ലൊരു സപ്പോർട്ടും കൊടുക്കാൻ പറ്റും. പ്രോഫിറ്റ് വേണമെങ്കിൽ നല്ല കസ്റ്റമേഴ്സിനെ നമ്മൾ പിന്നെയും നമ്മുടെ അടുത്ത് വെക്കണ്ടേ, അവർ വേറെ സ്ഥലത്ത് തിരഞ്ഞു പോവാതിരിക്കാൻ നമ്മൾ തന്നെ പ്രൊഡക്ട്സൊക്കെ വേണ്ട, അവരുടെ ആവശ്യത്തിന് അവരുടെ ആഗ്രഹത്തിന് ഉണ്ടാവുന്ന പ്രൊഡക്ട്സ് കൊടുക്കണ്ടേ, അവരുടെ റിക്വയർമെൻറ്റ് അവരുടെ ഫീൽ നമ്മൾ മനസ്സിലാക്കണ്ടേ. ആ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്കായി സ്പെഷ്യലായിട്ട് നമുക്കൊരു ഓഫർ കൊടുക്കണ്ടേ. അതല്ലേ ബിസിനസ്സിൻ്റെ രീതി, അങ്ങനെയല്ലേ ബിസിനസ് കൂടുന്നത്. എല്ലാ ബിസിനസ്സുകാരും അങ്ങനെയല്ലേ ചെയ്യുന്നത്. പക്ഷേ അത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരാൾ ഇരുന്നിട്ട് അതിന് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്ത് ഏത് കസ്റ്റമറെ കൂടുതൽ മേടിച്ച് നമ്മുടെ അടുത്തൊരു റെക്കോർഡുണ്ടായി, എത്ര മാസത്തിൽ എന്തൊക്കെ മേടിച്ചു, എത്ര പൈസയുടെ സാധനം മേടിച്ചു എന്നൊരു റെക്കോർഡ് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഒരു റെക്കോർഡ് എക്സൽ ഷീറ്റിലോ ഒരു ബുക്കിലോ മെയിൻറ്റെയിൻ ചെയ്യാൻ എത്ര ബുദ്ധിമുട്ടാണ്. അത് ഫിൽട്ടർ ചെയ്ത് ഡേറ്റ കിട്ടാൻ എത്ര ബുദ്ധിമുട്ടാണ്, എത്ര സമയം സ്പെൻഡ് ചെയ്യണം. വേറെ നല്ലൊരു വെബ്സൈറ്റിൽ നല്ലൊരു ബാക്കെൻഡിൽ ഈ ഡേറ്റ നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ എത്ര ഈസി ആയിരിക്കും. ഇതേ സാധനം നിങ്ങൾക്ക് മന്ത്ലി 3,000, 4,000 or 2,000 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെറിയ കസ്റ്റമർ ചെറിയ പ്രൊഡക്ട്സിനും അത് നടക്കുന്നു വിചാരിച്ചു കഴിഞ്ഞാലോ ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഇതേ സാധനം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യൂ. ആവശ്യമുള്ളവർ ഡീറ്റെയിൽസിന് വേണ്ടി ഞങ്ങളായിട്ട് കണക്ട് ചെയ്യും.